യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. യഹോവയാകുന്ന ദൈവം യിരെമ്യാവ് എന്ന പ്രവാചകനോട് സംസാരിച്ച, യിരെമ്യാവ് എന്ന പ്രവാചകനെ തിരുത്തിയ, യിരെമ്യാവ് എന്ന പ്രവാചകനെ എൻകറേജ് ചെയ്ത, ഒരു രാജ്യത്തിന്റെ സ്ഥിതികളെ തന്നെ മാറ്റിമറിച്ച ഒരു പശ്ചാത്തലമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. വേദപുസ്തകത്തിലെ വീപ്പിംഗ് പ്രൊഫറ്റ്, കണ്ണുനീരിന്റെ പ്രവാചകൻ, കണ്ണുനീരോടെ പ്രവചിച്ച പ്രവാചകൻ എന്നറിയപ്പെട്ട പ്രൊഫറ്റാണ് പ്രൊഫറ്റ് ജെറമയ. വിശുദ്ധ വേദപുസ്തകത്തിലെ 24-ാമത്തെ പുസ്തകമാണ് പഴയ നിയമഭാഗത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം. 52 അധ്യായങ്ങൾ ഈ പുസ്തകത്തിനുണ്ട്. 680 വാക്യങ്ങളുണ്ട്. 52 അധ്യായങ്ങളിൽ 680 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദങ്ങളും പ്രവചന ശബ്ദങ്ങളും മാനുഷിക ശബ്ദങ്ങളും എല്ലാം ഇടകലർന്നു നിൽക്കുന്നു. എന്നാൽ ഈ മനുഷ്യനെ ദൈവം വിളിച്ചത് വ്യത്യസ്തമായിട്ടാണ്. പ്രൊഫറ്റിക്കൽ ഗ്രേസ്, പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന അസാധാരണമായ ഒരു കൃപയാണ്. വരുവാനുള്ളതിനെ വെളിപ്പെടുത്തുക, ആളുകളെ വിവേചിച്ച് സംസാരിക്കുക, അവരുടെ ജീവിതത്തിൽ ആരോടും പറയാതെ അവർ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക. ഇത് ദൈവികമാണ്. എന്നാൽ പ്രൊഫറ്റ് ജെറമയ ഒരു ഇൻബോൺ പ്രൊഫറ്റ് ആയിരുന്നു. യെശയ്യാവിനെ പോലെ, മലാക്കിയെ പോലെ, ഹഗായിയെ പോലെ, സക്കറിയയെ പോലെ പിന്നത്തേതിൽ പ്രവാചകനായ ആളല്ല. ഈ പുള്ളി അമ്മയുടെ വയറ്റിൽ നിന്ന് വെളിയിലോട്ട് വന്നപ്പോ തന്നെ പുള്ളി പ്രൊഫറ്റായിരുന്നു. പക്ഷെ അത് പുള്ളിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതാ മനുഷ്യൻ അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹത്തിൽ അങ്ങനെ ഒരു വിളിയുണ്ടെന്നും കൃപയുണ്ടെന്നും നിയോഗം ഉണ്ടെന്നും ദൈവം കണ്ടിട്ടുണ്ടെന്നും ഇതൊന്നും പുള്ളിക്കറിയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ വിളിച്ച വിളിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ യഹോവയാകുന്ന ദൈവം യിരെമ്യാവിനോട് സംസാരിക്കാൻ തുടങ്ങി. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ ജെറമയയും ദൈവവുമായിട്ടുള്ള കോൺവെർസേഷനാണ്. യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിന് ഉണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിന്നെ നിയമിച്ചു. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഇനി ഈ ദൈവത്തോട് ജെറമയ തിരിച്ചു പറയുകയാണ്, എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ, ഞാൻ ബാലനെന്ന് നീ പറയരുത്. യിരെമ്യാവിനോട് ദൈവം പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായതിനു മുൻപേ എനിക്ക് നിന്നെ അറിയാം. യേശുവിന് നിന്നെ അറിയാം. ദൈവത്തിന് നിങ്ങളുടെ പേരറിയാം. സക്കറിയാവിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യയായ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. നിന്റെ ഭാര്യ ആരാണെന്ന് ദൈവത്തിന് അറിയാം. നിന്റെ ഭാര്യയുടെ പേരെന്താണെന്നും അറിയാം. നീ ആരാണെന്ന് ദൈവത്തിന് അറിയാം. നിന്റെ പേരെന്താണെന്ന് അറിയാം.
നീ എവിടുന്ന് വരിക എന്ന് ദൈവത്തിനറിയാം. നിന്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിനറിയാം. ഉറച്ചൂടാഴമായി പറഞ്ഞാൽ നിന്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് അവനറിയാം. അതിലെത്ര എണ്ണം പൊഴിഞ്ഞിട്ടുണ്ടെന്ന് അവനറിയാം. നിന്റെ വീട്, നിന്റെ ജീവിതം, നിന്റെ ലൈഫ് മുഴുവൻ അവനറിയാം. മത്തായി 10:30 പറയുന്നു, അവൻ നിങ്ങളുടെ തലയിലെ മുടികൾ വരെ എണ്ണിയിരിക്കുന്നു, അതിലൊന്ന് നിലത്ത് വീഴുന്നത് അവൻ അറിയുന്നു. ദാനിയേൽ 2:28 പറയുന്നു, രഹസ്യങ്ങളെ അറിയുന്നൊരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. എബ്രായർ 4:17 പറയുന്നു, ആമീൻ, അവൻ നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെ വ്യക്തമായി അറിയുന്നവൻ, അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയുന്നവൻ. ദൈവത്തെ അറിയാം. ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, പ്രവാചകനായി നിയമിച്ചു. പക്ഷെ ജെറമ്യ പറയുകയാണ്, ദൈവമേ, ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ പ്രശ്നം, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. 2, എനിക്ക് ഇച്ചിരി പക്വതക്കുറവും പ്രായക്കുറവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിന് യോഗ്യനല്ല. എന്നെ അങ്ങ് വിട്ടേക്കൂ. ഞാൻ ഇതിന് പറ്റിയ ഒരാളല്ല. ദൈവം തന്റെ ദാസന്മാരിലൂടെ, തന്റെ പ്രവാചകന്മാരിലൂടെ, തന്റെ വചനത്തിലൂടെ ഭയങ്കര പോസിറ്റീവായി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നാലും നിങ്ങൾ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാ യിരെമ്യാവും പറയുകയാണ്, എന്നെ വിട്ടേക്കൂ, എനിക്ക് കഴിവില്ലാത്ത ഒരാളാണ്. പക്ഷേ ദൈവം അവനെ വിളിച്ചതുകൊണ്ടും ദൈവം അവനെ അറിഞ്ഞതുകൊണ്ടും എനിക്ക് കഴിവില്ല, ഞാൻ അശക്തനാണ്, ഞാൻ അയോഗ്യനാണ്, എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ മനുഷ്യനെ കൊണ്ടാണ് യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം എന്ന 52 അധ്യായമുള്ള പുസ്തകം ദൈവം എഴുതിപ്പിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിലെ രാജാക്കന്മാരുടെ പുസ്തകം, ഫസ്റ്റ് കിങ് ആൻഡ് ദ സെക്കൻഡ് കിങ്സ്, രാജാക്കന്മാരുടെ പുസ്തകം. രാജാക്കന്മാരുടെ പുസ്തകം ആരാണ് എഴുതിയത്? രാജാക്കന്മാരുടെ പുസ്തകം എഴുതിയത് ജെറമ്യായാണ്. യിരെമ്യാവ് എന്ന പ്രവാചകനാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 22 അധ്യായമുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 25 അധ്യായമുണ്ട്. അത് തന്നെ 47 അധ്യായങ്ങളുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ വിലാപങ്ങളുടെ പുസ്തകം എന്ന പുസ്തകം, അത് എഴുതിയത് ആരാണ്? വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത് യിരെമ്യാവാണ്. അത് 5 പുസ്തകമുണ്ട്. അങ്ങനെ എനിക്ക് കഴിവില്ല, എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ കൊണ്ടാണ് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ തിരുവെഴുത്തിൽ 104 അധ്യായങ്ങൾ ദൈവം എഴുതിപ്പിച്ചത്, പ്രവചിപ്പിച്ചത്. ഏത് കഴിവ് കെട്ടവനെയും കഴിവുള്ളവനാക്കാൻ, ഏത് പരാജിതനെയും ശക്തനാക്കാൻ, ഏത് തകർന്നവനെയും പണിതെടുക്കാൻ, ഏത് പാപിയെയും വിശുദ്ധീകരിക്കാൻ, എത്ര കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയത്തെയും കൈകാര്യം ചെയ്യുവാൻ, ഏതറ്റം വരെ നിന്ദിക്കപ്പെട്ടവനെയും ഏതറ്റം വരെ മാനിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആ കൈകളെ തട്ടി താവിനെന്ന് നന്ദി പറഞ്ഞേ, കൈ അടിച്ചോണ്ട് പറഞ്ഞേ, എന്റെ ദൈവത്തിന് അത് കഴിയും. ശബ്ദം ഉയർത്തി പറഞ്ഞേ, എന്റെ ദൈവത്തിന് അത് കഴിയും. ഈ മനുഷ്യനോട് ദൈവം പറയുന്നു, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദൈവത്തിന് നമ്മളോട് വിവിധ നിലകളിൽ സംസാരിക്കാൻ കഴിയും. ഇവിടെ യിരെമ്യാവിനോട് പറയുന്നു, എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള കാര്യം എനിക്ക് കാണിച്ചോണ്ട് സംസാരിക്കാനുള്ളതാണ്. പിടികിട്ടിയോ? യിരെമ്യാവേ, എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം അശരീരിയല്ല, ചുരുളല്ല, ഒന്നുമല്ല. എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത് കാണിച്ചോണ്ട് സംസാരിക്കാനുള്ളതാണ്. ദൈവത്തിന് വിവിധ നിലകളിൽ നമ്മളോട് സംസാരിക്കാൻ പറ്റും. ദൈവത്തിന് തന്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ കഴിയും. ദൈവത്തിന് തന്റെ ദാസന്മാരിലൂടെ നമ്മളോട് സംസാരിക്കാൻ കഴിയും. പാതാളത്തിൽ യാതന അനുഭവിക്കുന്ന ധനവാനായ മനുഷ്യൻ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്, അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്കൊരു ഉപകാരം ചെയ്യുവോ? എന്റെ സഹോദരങ്ങളുടെ ഈ പാതാളത്തിൽ നരകത്തിൽ വരാതിരിക്കേണ്ടതിന് എന്നെ ഒന്ന് ഇറക്കി വിടുവോ? ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് എന്റെ സഹോദരങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനൊക്കെ കുറെ സെറ്റപ്പ് ഉണ്ട്, മരിച്ചു കഴിഞ്ഞാൽ തീരുന്നതല്ല ജീവിതം, ഒരു മരണാനന്തര ജീവിതം ഉണ്ട്, ഇങ്ങോട്ട് അവരും കൂടെ വരാതിരിക്കേണ്ടതിന് ഇങ്ങനൊരു ക്രമീകരണം ഉണ്ട് എന്ന് ഞാനൊന്ന് ചെന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം, നിനക്ക് അവിടേക്ക് ഇനി പോകാൻ കഴിയില്ല. നിന്റെ ചേട്ടന്മാരോടും അനിയന്മാരോടും ഒക്കെ സംസാരിക്കാൻ അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവര് പറയാത്തത് കേൾക്കാൻ മേലാത്തവൻ
ഇനി മരിച്ചവൻ ഒരുത്തൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. അതിന്റെ അർത്ഥം എന്നാ? ദൈവം തന്റെ വചനത്തിലൂടെ ഒരു ആലോചന അറിയിച്ചിട്ടും തന്റെ ദാസന്മാരിലൂടെ ദൈവം ഇടപെട്ടിട്ടും അനുസരിക്കാൻ മേലാത്തവനെ ഇനി ആർക്ക് രക്ഷിക്കാൻ പറ്റുമെന്നു? അതിനപ്പുറത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ദൈവത്തിന് നമ്മളോട് തന്റെ ദാസന്മാരിലൂടെ സംസാരിക്കാൻ കഴിയും, തന്റെ വചനത്തിലൂടെ സംസാരിക്കാൻ കഴിയും, തന്റെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കാൻ കഴിയും, പാട്ടിലൂടെ സംസാരിക്കാൻ കഴിയും. ദൈവത്തിന് തന്റെ വചനത്തിലൂടെ സംസാരിക്കാൻ കഴിയും, ദൈവത്തിന് തന്റെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കാൻ കഴിയും, ദൈവത്തിന് സ്വപ്നങ്ങളിലൂടെ സംസാരിക്കാൻ കഴിയും. ദൈവത്തിന് കഴുതയും കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയും. കഴുതയും കൊണ്ട്. ബിലയാമെന്ന് പറഞ്ഞ മനുഷ്യനോട് ദൈവത്തിന് സംസാരിക്കാൻ ഒരു കഴുതയെ പിടിക്കേണ്ടി വന്നു. അപ്പോ വിവിധ നിലകളിൽ ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. ചിലപ്പോൾ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൂടെ സംസാരിക്കാൻ കഴിയുമെന്നേ. ചിലതൊന്നും ഒരുപക്ഷെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിരിക്കണമെന്ന് പോലുമില്ല. അങ്ങനെ ചില കാര്യങ്ങൾ, കാരണം പുള്ളി ബൈബിളും വായിക്കുകയില്ല, ഭാഷമാറ പ്രസംഗവും കേൾക്കുകയില്ല, അല്ലാത്തവൻ വേറെ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൂടെ കർത്താവിന് സംസാരിക്കാൻ കഴിയുമെന്നേ. ഞങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിക്കാതെ കിടന്ന ഒരു ചെടിയുണ്ട്, ഒരു നല്ല പൂ പിടിക്കുന്ന ചെടി. അപ്പൊ അവിടെ കുറച്ച് ക്രമീകരണങ്ങൾ, പണികൾ നടന്നപ്പോൾ ഇതിനെ ചട്ടിയോടുകൂടെ അങ്ങ് ഉപേക്ഷിച്ചു, അതിനെ സൈഡിലോട്ടങ്ങ് മാറ്റിയിട്ടു. അവിടെ പണികളൊക്കെ നടന്ന സമയത്ത് കട്ടയും പൊളിച്ച സാധനവും സിമെന്റും എല്ലാം ഈ ചെടിയുടെ മണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ടു. ചട്ടി മാത്രം പുറത്ത് കാണാം, 2-3 ഇല ഇങ്ങനെ വെളിയിലിരിപ്പുണ്ട്, വെള്ളം ആരും ഒഴിക്കുന്നില്ല, അത് അങ്ങനെ കിടക്കുക. അവിടുത്തെ ചില പണികൾ കഴിഞ്ഞ്, ചില ക്രമീകരണങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, ഇത് വളർന്നു വന്നാൽ നല്ല രസമായിരിക്കും, ഇതിനെ നമുക്ക് നടുക്കൊന്ന് നട്ടാലോ? ഞാൻ പറഞ്ഞു, അത് മൊത്തവും അഴുക്കും മണ്ണും വീണും എല്ലാം പോയല്ലേ, അത് നശിച്ചു പോയ സാധനമല്ലേ, ഇല്ല അത് കയറി വരും. അതിനെ ആ നടുക്ക് കൊണ്ട് നട്ടു. നട്ടപ്പോ ഒരു ഭംഗിയില്ലായിരുന്നു, ഇലയൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ ഉണങ്ങി വരണ്ട് നിന്നാണ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഈ വേനൽ മഴ ഇപ്പൊ പെയ്ത സമയത്ത് ഞാൻ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പം ഞാൻ ആ ചെടിയൊന്ന് നോക്കി. അവിടെ നിൽക്കുന്ന ഒറ്റ ചെടികൾക്ക് ആ ഭംഗിയില്ല. അവനിങ്ങനെ തളിർത്ത് പൂ പിടിച്ച് തല ഉയർത്തി നല്ല പുഷ്ടി വെച്ച് നിൽക്കുകയാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, എത്ര ഉപേക്ഷിച്ച സാധനമാണേലും തമ്പുരാന് കൊണ്ടുവരാൻ പദ്ധതി ഉണ്ടെങ്കിൽ, തമ്പുരാന് വളർത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് പൂ പിടിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് അതിന് പുഷ്ടി കൊടുക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ സെന്ററിൽ കൊണ്ടുവരും. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാമോ? ഇത് ആരോടോ ഉള്ള ഒരു മെസ്സേജ് ആണ്. നിന്റെ വീട്ടിനകത്ത് നീ തഴയപ്പെട്ട വ്യക്തിയാണ്, നിന്റെ കൂട്ടുകാരുടെ ഇടയിൽ നീ അവഗണിക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ നീ എഴുതി വെച്ചോ, ചിലതിന്റെ ഒക്കെ സെന്ററിൽ ദൈവത്തിന് നമ്മളെ ചിലത് കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റും. യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, എനിക്കിപ്പോൾ നിനക്ക് തരാൻ ചുരുളുകളല്ല കയ്യിലുള്ളത്, എനിക്കിപ്പോൾ നിനക്ക് തരുവാൻ അശരീരികളല്ല കയ്യിലുള്ളത്. നീ എഴുന്നേൽക്ക, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. ആ മനുഷ്യനായിട്ട് സ്തോത്രം. 3-ാം വാക്യം പറയുന്ന, അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നു. തമ്പുരാൻ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റു, തമ്പുരാൻ പോകാൻ പറഞ്ഞപ്പോൾ പോയി, ദൈവം അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തു. ദൈവം എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കുന്നവരും, ദൈവം പോകാൻ പറയുമ്പോൾ പോകുന്നവരും, ദൈവം ചെല്ലാൻ പറയുമ്പോൾ ചെല്ലുന്നവരും, ദൈവം കാണിച്ച റൂട്ടുകളിലേക്ക് ചുവട് വെക്കുന്നവരും അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. കർത്താവിന്റെ ശബ്ദത്തിനകത്ത് ചുവട് വെച്ചാൽ, കർത്താവിന്റെ ശബ്ദത്തിന്റെ നിയോഗത്തിന്റെ കാറ്റിനൊത്തു നീ യാത്ര ചെയ്താൽ, നിന്റെ കണ്ണുകളിൽ ദൈവം ചിലത് കാണിച്ചിരിക്കും. കർത്താവിന്റെ ആത്മാ പറയുന്നു, ചില പാരമ്പര്യങ്ങളെ വിടാൻ പറഞ്ഞാൽ നീ വിടണം, ചില തിന്മകളെ വിടാൻ പറഞ്ഞാൽ നീ വിടണം. നീ അതിന് ചുവട് വെച്ചാൽ നിന്റെ കാൽ ചുവടുകൾ പിഴയ്ക്കാതെ, നിന്റെ പ്രവചനങ്ങൾ പിഴയ്ക്കാതെ, നിന്റെ ശബ്ദങ്ങൾ പിഴയ്ക്കാതെ, നിന്റെ ശുശ്രൂഷകൾ പിഴയ്ക്കാതെ
നിന്റെ വാക്കുകൾക്ക് പോലും അധികാരത്തിന്റെ പരിവേഷങ്ങൾ കൊടുത്ത് നിന്നെ ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ, നിന്നെ പട്ടണത്തിന്റെ മധ്യേ രാജ്യത്തിന്റെ നടുവിൽ ഉയർത്തിപ്പിടിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചാൽ. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്റെ മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് പെട്ടെന്നുണ്ടാകുകയാണ്, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിന്നോട് ചെയ്യാൻ കഴിയുകയില്ലയോ? കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. യിരെമ്യാവ് കുശവന്റെ വീട്ടിൽ ചെന്നു. എന്താണ് കുശവന്റെ ശാലയെ കുറിച്ചുള്ള വ്യാഖ്യാനം? ഇവിടെ കാണുന്ന കുശവന്റെ ശാല, കുശവൻ പാത്രങ്ങളെ മെനയുന്ന ഇടം. 2, പുറത്തു കിടന്ന ചെളിയെ കോരിയെടുത്ത് അകത്തളത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇടം. കുശവന്റെ ശാലയിൽ ഒന്ന് കയറി നോക്കിയേ. അവിടെ ഷീറ്റ് വിരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രമീകരണത്തിലോ തൊട്ടിയിലോ നിറയെ ചെളി പുള്ളി ശേഖരിച്ചു വെച്ചിരിക്കുന്നത് കാണാം. ഈ ചെളി പുറംപറമ്പിൽ കിടന്ന ചെളിയാണ്. ചെളി തന്നെയാണ്. ഏറ്റവും നല്ല ചെളി, ചീത്ത ചെളി ഇല്ല. അഴുക്കാണ്, മണ്ണ് തന്നെയാണ്. എന്നാൽ ഒരു യോഗ്യതയും പറയാനില്ലാത്ത ഈ മണ്ണിനെ, ഏതോ പെരുമഴയിൽ പേമാരിയിൽ ഒഴുകിപ്പോകേണ്ട ഈ മണ്ണിനെ, ഏതൊക്കെയോ കാളകൾ ഉഴുതുമറിക്കേണ്ട ഈ മണ്ണിനെ, ആരും ശ്രദ്ധിക്കപ്പെടേണ്ടാത്ത ഈ മണ്ണിനെ എന്ന് കുശവൻ കൈകൊണ്ട് കോരിയോ, അന്നു മുതൽ, ആ നിമിഷം മുതൽ അതിന്റെ സ്ഥിതികൾ മാറുകയാണ്. പുറംപറമ്പിൽ കിടന്ന നിന്നെ, പാപത്തിൽ കുളിച്ചു കിടന്ന നിന്നെ, ചേറ്റിനകത്ത് കിടന്ന നിന്നെ, മദ്യപാനത്തിൽ കിടന്ന നിന്നെ, അടിമത്തത്തിൽ കിടന്ന നിന്നെ എന്റെ ദൈവം കൈകൊണ്ട് കോരിയെടുത്ത് തന്റെ പണിശാലയാകുന്ന സഭയിൽ കൊണ്ടുവന്നെങ്കിൽ ആ കരത്തിന് നിന്നെ കുറിച്ച് ചെയ്തെടുക്കാൻ ചില പദ്ധതികളുണ്ട്. ഒരു യോഗ്യതയും പറയാനില്ല ബ്രദർ. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമ്മളോട് കാണിച്ചെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഈ സ്നേഹം അനുഭവിക്കുവാൻ എന്ത് യോഗ്യത? ദൂരസ്ഥനായിരുന്ന എന്നെ സമീപസ്ഥനാക്കിയ സ്നേഹം, ശത്രുവായിരുന്ന എന്നെ മിത്രമാക്കിയ സ്നേഹം, ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ മരണത്തിനകത്ത് കിടന്ന എന്നെ കൃപയ്ക്ക് അധീനനാക്കിയ സ്നേഹം, ഇതിനകത്ത് കൊണ്ട് കയറ്റാൻ, ഇതിനകത്ത് കൊണ്ട് സെറ്റ് ചെയ്യാൻ, ഇതിനകത്ത് കൊണ്ട് വെക്കാൻ എന്നിൽ എന്ത് യോഗ്യത? അഭിമാനത്തോടെ പറയാമോ, ഇത് കൃപയാ കർത്താവേ, ഇത് കൃപയാ കർത്താവേ, ഇത് കൃപയാ കർത്താവേ. ഞാൻ അനുഭവിക്കുന്നതല്ല, കൃപയാ കർത്താവേ. ഒന്നും കൂടെ ആഴമായി പറഞ്ഞാലും കൃപ, ഒന്നും കൂടെ വ്യാഖ്യാനിച്ചാലും കൃപ, ഒന്നും കൂടെ പ്രസംഗിച്ചാലും കൃപ, അത് പ്രവചിച്ചാലും കൃപ. ഇത് കൃപയാ കർത്താവേ. കൃപ കൃപ കൃപ. Only by His grace. Not because of my ability, not because of my works and prayers, only by His grace. Oh, hallelujah. That's why the Paul says His grace is sufficient for me. His grace is sufficient for me. നിന്റെ കൃപ എനിക്കും മതി. നിന്റെ ശക്തി എന്റെ ബലഹീനതയിൽ തികയുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ ബലഹീനനായി പോകുമ്പോ, ചിലയിടത്തൊക്കെ നമ്മൾ ബലഹീനരായി പോകുമ്പോ, ചിലയിടത്തൊക്കെ നമ്മൾ അശക്തരായി പോകുമ്പോ അവിടെ അങ്ങോട്ട് കയറി വരുന്ന ഒരു കൃപയുടെ ശക്തിയുണ്ട്. ആ ബലഹീനതയിൽ തികയുന്ന ദൈവത്തിന്റെ കൃപ. ആ ചക്രത്തിന്റെ മേളിൽ കുശവൻ ഈ കളിമണ്ണിനെ വെച്ചിരിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, യിരെമ്യാവ് എന്ന പ്രവാചകൻ നോക്കി നിൽക്കുമ്പോൾ 4-ാം വാക്യം വ്യക്തമാക്കുന്നു, കളിമണ്ണ് കൊണ്ട് കുശവൻ ഉണ്ടാക്കിയ പാത്രം തന്റെ കയ്യിൽ അങ്ങ് ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ, എനിക്ക് തോന്നിയതുപോലല്ല, മണ്ണിന് തോന്നിയതുപോലല്ല, അഭിപ്രായങ്ങൾ പറയുന്നവർക്ക് തോന്നിയതുപോലല്ല, തനിക്ക് തോന്നിയതുപോലെ, തന്റെ ഹൃദയത്തിൽ താൻ കണ്ട ഡിസൈൻ പോലെ അതിനെ മറ്റൊരു പാത്രമാക്കി തീർത്തു. പ്രതീക്ഷയോടെ എടുത്ത കേട്ടോ, ചീത്തയായി.
ഒരിക്കൽ ഈ കുശവൻ അങ്ങ് ഏദൻ തോട്ടത്തിൽ മണ്ണെടുത്ത് കുഴച്ചു പ്രതീക്ഷയോടെ ആ കരമിങ്ങനെ ഓടി, ശിരസ്സുകളും കണ്ണുകളും മൂക്കുകളും അവയവങ്ങളും കൈകളും കാലുകളും ഒക്കെ പിടിപ്പിച്ചുകൊണ്ട് തന്റെ സാദൃശ്യത്തിൽ, തന്റെ സ്വരൂപത്തിൽ അവൻ മനുഷ്യനെ ഉണ്ടാക്കി. ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ മൺപ്രതിമയിലോട്ട് നോക്കിയിട്ട് കുശവൻ പറഞ്ഞു, എന്റെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം ഇവൻ കയറി വരും. അവന്റെ മൂക്കിലേക്ക് കുശവൻ ശ്വാസമൂതി, അതിനകത്തേക്ക് ജീവൻ കയറി. ആ ജീവനുള്ള മൺരൂപം എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിന്നു. അവന് മനുഷ്യൻ എന്ന പേര് വിളിച്ചു. ആ രൂപത്തെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ സാദൃശ്യത്തിലും എന്റെ സ്വരൂപത്തിലും ഞാൻ ഇവനെ മെനഞ്ഞിരിക്കുന്നു. അവൻ ഏകനായിരിക്കുന്നത് നല്ലതെന്ന് കണ്ട് തക്കതായ തുണയെ അവൻ ഉണ്ടാക്കി കൊടുത്തു. സ്വപ്നങ്ങൾ അനവധിയായിരുന്നു കുശവന്. ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യനിൽ സ്വപ്നങ്ങൾ അനവധിയായിരുന്നു കുശവന് അവന്റെ ജീവിതത്തിൽ. പക്ഷേ പാതി വഴിയിൽ കുശവന്റെ സാന്നിധ്യം തോട്ടത്തിൽ ഇല്ലാതെ വന്ന നേരത്ത് പുറത്തു നിന്ന് കയറി വന്ന ശത്രു, ആ പാമ്പ് സാത്താൻ ലൂസിഫർ, അവന്റെ അരികിൽ വന്ന്, അവളുടെ അരികിൽ വന്ന് തെറ്റിദ്ധരിപ്പിച്ച് പാപത്തിന്റെ തിന്മകൾ കാതിലോതി അവനെ തേജസ്സിൽ നിന്ന് പുറത്താക്കി പാപം ചെയ്യിച്ച് സ്വർഗത്തിലെ ദൈവം തോട്ടത്തിൽ വരുമ്പോ തന്റെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം പണിത മൺപാത്രങ്ങളെ കാണാതിരുന്നു. ആ മൺപാത്രത്തിന് അവനൊരു പേരിട്ടു. ആദ്യമുണ്ടാക്കിയ മൺപാത്രത്തിന്റെ പേര് ആദം എന്നായിരുന്നു. രണ്ടാമതുണ്ടാക്കിയ പാത്രത്തിന്റെ പേര് ഹവ്വ എന്നായിരുന്നു. പക്ഷെ ഹവ്വ എന്നല്ല ദൈവം വിളിച്ചത്, മൺപാത്രത്തെയാണ് വിളിച്ചത്. എല്ലുകൊണ്ടുണ്ടാക്കിയ വാരികൾ കൊണ്ടുണ്ടാക്കിയതിനെ അല്ല പേര് വിളിച്ചത്, മൺപാത്രത്തെയാണ് വിളിച്ചത്. ആദമേ, നീ എവിടെ? My vessel, my son, where you are? മൺപാത്രത്തെ വിളിക്കുന്നു, നീ എവിടെ? ഇന്നും കുശവൻ ഇവിടെ ഇരിക്കുന്ന ചില മൺപാത്രങ്ങളെ നോക്കി, നീ മണ്ണാ കേട്ടോ. എല്ലാ മൺപാത്രങ്ങളെയും നോക്കിക്കൊണ്ട് ഒരു ദൈവപുരുഷന്റെ അധരത്തിലൂടെ കുശവൻ വിളിക്കുന്നു, നീ എവിടെ? എന്റെ സാന്നിധ്യത്തിലേക്ക് നിനക്ക് വരാമോ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. അയ്യോ, നിങ്ങൾ ആ രംഗം ഒന്ന് ഇമാജിൻ ചെയ്തേ. തോട്ടത്തിൽ വന്ന കുശവനായ യഹോവയായ ദൈവം താൻ ഉണ്ടാക്കിയ മൺപാത്രത്തെ കാണുന്നില്ല. അവിടെ എല്ലാം നടന്ന ഒരു അമ്മ കുഞ്ഞിനെ കാണാതിരിക്കുമ്പോ, തോമസേ നീ എവിടാ എന്ന് വിളിച്ച് നടക്കുന്നത് പോലെ തോട്ടത്തിലെല്ലാം അപ്പൻ വിളിച്ചുകൊണ്ട് നടക്കുക കുശവൻ. Adam, where you are? Where you are? പാപത്തിന്റെ കരാളാസ്തങ്ങൾ അവനെ പിടിച്ചത് കാരണം ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള മനസ്സാക്ഷിയില്ലാതെ വീഴ്ച പറ്റിയ മനുഷ്യൻ അത്തീല കൊണ്ട് അരയാണ തുന്നി ഉണ്ടാക്കി വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒളിച്ചു മറച്ചു. നിവർത്തിയില്ലാഞ്ഞ് അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിക്കും മറഞ്ഞിരിക്കാൻ കഴിയത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ട് വൃക്ഷച്ചുവട്ടിൽ നിന്നും അത്തീല കൊണ്ട് അരയാടെ ഉണ്ടാക്കി മറച്ചിരുന്ന ഒളിച്ചിരുന്ന മൺപാത്രങ്ങൾ രംഗത്ത് വന്നു. ദൈവം നോക്കി, അതെ, നീ വീണിരിക്കുന്നല്ലേ, നീ പൊളിഞ്ഞല്ലേ, നീ ചീത്തയായല്ലേ, എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ നീ തകർത്തല്ലേ, എന്റെ വ്യവസ്ഥകളിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് എല്ലാവരും നിന്നെ പോലെ തന്നെയാകും. ആദാമ്യവർഗം കൊണ്ടുവന്ന പാപം ഇനി എല്ലാവരും നിന്നെ പോലെ തന്നെയാകും. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, കുശവൻ പറയുന്നു, നിന്നെ വഞ്ചിച്ചവൻ ഈ പരിസരത്തുണ്ട്. കാലം വരുന്നു,
ഒരു നാൾ വരുന്നു, മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം എന്റെ സ്വപ്നങ്ങളെ തച്ചുടച്ചു കളഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് മണ്ണ് കൊണ്ടെടുക്കാതെ വിണ്ണിൽ നിന്നും ഞാനൊരു പുത്രനെ ഇറക്കും. മണ്ണിന്റെ മയമില്ലാത്ത ഒരുത്തനെ ഞാൻ കൊണ്ടുവരും. മണ്ണുകൊണ്ടല്ലാത്ത ഒരു പാത്രത്തെ ഞാൻ ഈ ഭൂമിയിൽ കൊണ്ടുവരും. അത് ഉടഞ്ഞുപോയ സകല മൺപാത്രങ്ങളെയും പണിയും. അത് ഉടഞ്ഞുപോയ സകല മൺപാത്രങ്ങളെയും പണിയും. ആ കരം ഉടഞ്ഞുപോയ സകല മൺപാത്രങ്ങളെയും പണിയും. പിശാചേ, നീ കുറിക്കൊണ്ടുകൊള്ളുക. സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ നിന്റെ തലയെ തകർക്കും. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. തകർന്നുപോയ മൺപാത്രങ്ങളെ പണിതെടുക്കാൻ മണ്ണിന്റെ ഗന്ധമില്ലാത്തൊരു പാത്രത്തെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തന്നെ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. എന്തിനാന്നറിയാവോ? ഉടഞ്ഞുപോയ പാപത്തിൽ പിടിക്കപ്പെട്ട സകല മൺപാത്രങ്ങളെയും, ചീത്തയായി പോയ മുഴുവൻ പാത്രത്തെയും പണിയാൻ. ചീത്തയായി പോയ മുഴുവൻ പാത്രത്തെയും പണിയാൻ. ചീത്തയായി പോയ മുഴുവൻ പാത്രത്തെയും. ഈ രണ്ടാമത്തെ മകൻ, ഒന്നാമത്തെ മകൻ ആദം, രണ്ടാമത്തെ മകൻ ക്രിസ്തു. രണ്ടാമത്തെ മകൻ ചോദിക്കുന്നു, ഒന്നാമത്തെ മകൻ പറയുന്നു ഞാൻ ചീത്തയായി പോയി. എന്നാൽ രണ്ടാമത്തെ മകൻ പറയുന്നു, ചീത്തയായ ആരേലും ഉണ്ടോ? കൊണ്ടുവാ. തകർന്ന സക്കായിമാരുണ്ടോ? വാ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരുണ്ടോ? വാ. ജീവിതത്തിൽ തകർന്നവരുണ്ടോ? വാ. പരാജിതനെ ഞാൻ പണിതെടുക്കും. ചോദിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ജീവിതത്തിന്റെ യാത്രാമധ്യേ വഴിത്തലയ്ക്കൽ സ്വപ്നങ്ങൾ തകർന്നുപോയി. സ്വപ്നങ്ങൾ എന്ന പാത്രം ഉടഞ്ഞുപോയി. ഇപ്പൊ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അനുഭവങ്ങളിൽ ഞാൻ ചീത്തയായ ഒരു പാത്രമാണെന്ന് വിധി എഴുതിയവരാരെങ്കിലും ഈ ആരാധനയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവാത്മാ പ്രവചിക്കുന്നു, നിന്നെ മറ്റൊരു പാത്രമാക്കി തീർക്കുവാൻ പോവുകയാണ്. തകർന്ന നിന്റെ കുടുംബ ജീവിതത്തെ ദൈവം പണിയും. തകർന്ന നിന്റെ തലമുറകളെ ഈ കുശവൻ പണിയും. എന്ന കൈ ആയതെന്നറിയാവോ? ഈ കൈ കാണുന്നുണ്ടോ? ഈ കുശവന്റെ കൈ. ആ കരത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. അത്ഭുത കൈയാത്. എത്ര തലമുറകളെ ഈ കൈ പണിതിട്ടുണ്ടെന്നറിയാവോ? പരാജയത്തിൽ വീണുപോയ, പാപത്തിൽ വീണുപോയ, ജീവിതത്തിൽ തകർന്നുപോയ എത്ര 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 തലമുറകളെ ഈ കൈ പണിതിട്ടുണ്ടെന്നറിയാവോ? 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച, ജീവിതം തകർന്ന ശമരിയാക്കാരി സ്ത്രീ ഈ കുശവനുമായി കിണറ്റുകരയിൽ വെച്ച് അല്പസമയം കുശലം പറഞ്ഞതാണ് അവൾ ശമരിയയുടെ സുവിശേഷകയായി തീർന്നത്. കിണറ്റുകരയിൽ വെച്ച് അവളെ രൂപാന്തരപ്പെടുത്തി. ഗതശമനയിൽ പൊട്ടിക്കരയുന്ന കുശവനെ നിങ്ങൾ കാണുന്നുണ്ടോ? വിയർപ്പ് തുള്ളി പോലെ രക്തത്തുള്ളികൾ വീഴുന്ന കുശവനെ. ആ കരച്ചിൽ എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ചീത്തയായി പോയ പാത്രങ്ങളെ പണിതെടുക്കാനായിരുന്നു. ചീത്തയായി പോയ പാത്രങ്ങൾ ഏതെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? നാട്ടുകാർ പറയും കളഞ്ഞേക്കാൻ, കുടുംബക്കാർ പറയും പോയടാ അതിന്റെ കാര്യം. പക്ഷെ യേശു പറയുന്നു, ഇങ്ങ് കൊണ്ടുവാ. ബൈബിൾ പറയുന്നുണ്ടല്ലോ, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുന്നില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തുന്നില്ല. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടോ? യേശുവിനെ കുറിച്ചുള്ള വാക്യമാണ്, പ്രവചനമാണ്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുന്നില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയുന്നില്ല. ഇത് കണ്ടോ? ഇത് ഓടക്കുഴലാണ്. ഇത് ഏതോ ഒരു ആറിന്റെയോ അരുവിയുടെയോ സൈഡിൽ നിന്നൊരു സാധനമാണ്. കാട്ടിലോ എവിടെ കണ്ട് നിന്ന ഇതിനെ ഇനി വെട്ടിയെടുത്തു. ഏതോ കാറ്റത്തോ മഴയത്തോ ഇങ്ങനെ ആഞ്ഞൊലഞ്ഞ് ഒടിഞ്ഞു പോകേണ്ട സാധനമാണ്. പക്ഷേ ഇതിനെ, ഈ ഓടക്കുഴലിനെ, പിന്നെ ഓടക്കുഴലാണ്, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുന്നില്ല, പുകയുന്ന തിരിയെ കെടുത്തി. പുകഞ്ഞ കൊള്ളി
പുറത്ത്. പക്ഷേ കർത്താവ് പറയുന്നു, പുകഞ്ഞ തിരി ഇഞ്ഞു കൊണ്ടുപോവാ, ആ പുകഞ്ഞ കൊള്ളി ഇഞ്ഞു കൊണ്ടുപോവാ, ഞാൻ വീണ്ടും കത്തിക്കാൻ പോവുകയാണ്. ചതഞ്ഞു. ചതഞ്ഞ ഓടയൊടിക്കാത്തവൻ, പൂക്കയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വീടുതലിൻ ദൈവം എന്നേശു. ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ, പൂക്കയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവും വരളുമ്പോൾ, ആകാറിൻ പൈതലിൽ കരച്ചിൽ കേട്ടവൻ എന്നാത്മദാനം തീർത്തിടും. നീയൻ സ്വന്തം, കൈ ഉയർത്തി പറഞ്ഞേ, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചതഞ്ഞ ഓട കൊള്ളത്തിലെന്നും പുകഞ്ഞ തിരിയെ കളയണമെന്നും പറയുന്നവർ ഈ വരികളൊന്ന് കേട്ടോണം. ചതഞ്ഞ ഓടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ. ആരാണ്? കൈ ഉയർത്തി പറഞ്ഞേ, വിടുതലിൻ ദൈവം എന്നേശു. ചതഞ്ഞ ഓടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ. അതുകൊണ്ട് നാട്ടുകാര് പറയും ചീത്തയായതിനെ കളഞ്ഞേക്കാൻ, മനുഷ്യര് പറയും പുകഞ്ഞ കൊള്ളി പുറത്ത്, ലോകം പറയും ചതഞ്ഞ ഓട കൊള്ളില്ലെന്ന്. ഏത് പാഴായ ഓടയും പുല്ലാങ്കുഴലാക്കാൻ കഴിയുന്നവന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ അതിനകത്ത് 5 തുളയിടുമ്പോഴത്തേനെ ഇതിനകത്തുള്ള സംഗതികൾ ഇനി പുറത്തു വരും. ആരൊക്കെ നിന്നെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും, പിശാച് നിന്റെ കാതിൽ നെഗറ്റീവ് പറഞ്ഞാലും, നീ കർത്താവിന്റെ കയ്യിൽ പ്രഷ്യസ് ആണ്, ഏറ്റവും വിലപ്പെട്ടതാണ്. ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുകയാണ്. കുശവന്റെ സ്വപ്നങ്ങൾക്ക് ഒത്തുകേറി വരാൻ കഴിയാതെ ആദ്യത്തെ കളിമണ്ണ് ചീത്തയായിപ്പോയി. എന്നാൽ നഷ്ടപ്പെട്ട മാനവകുലത്തെ കളിമൺ പാത്രങ്ങളെ വീണ്ടും പണിതുയർത്താൻ മണ്ണിന്റെ ഗന്ധമില്ലാത്ത ഒരുവനെ വിണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അതാണ് തന്റെ പുത്രനായ ക്രിസ്തു. ആ കരം ഒത്തിരി തകർന്ന പാത്രങ്ങളെ പണിതു, അതൊത്തിരി മൺപാത്രങ്ങളെ പണിതുകൊണ്ടിരിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചീത്തയായി പോയ, ആരും പ്രതീക്ഷിക്കാത്ത, ചിന്തിക്കാത്ത ഈ പാത്രത്തെ കുശവൻ മറ്റൊരു പാത്രമാക്കി മാറ്റി. ഇവിടെ ഞാൻ സാധാരണ നിലയിൽ പറയുന്നത് പോലെ തന്നെ 3 പദങ്ങൾ ഞാൻ പറയട്ടെ.
ഒന്ന്, ഈ കളിമണ്ണിനെ കുശവൻ എടുത്തത് പ്ലാനോടുകൂടെയാണ്. ആ പ്ലാനിനകത്ത് ഉറപ്പായും ഒരു പർപ്പസ് ഉണ്ട്. ചുമ്മാ കുശവൻ സമയം കളയാൻ എടുത്ത് മണ്ണ് കുഴയ്ക്കുകയാണോ? ഈ കുഴയ്ക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ മണ്ണ് നിങ്ങൾക്ക് കുശവൻ ആഗ്രഹിക്കുന്ന ഷേപ്പിൽ വരാൻ ഇഷ്ടമുണ്ടോ? ഉണ്ടോ? യാക്കോബ് 4:10 കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഈ മണ്ണിനെ കുശവൻ ആദ്യം അങ്ങ് കുത്തപ്പിനാറ് പോലെ പൊക്കി എടുക്കുകയാണോ, അതോ ആദ്യം ഇടിച്ച് വരത്തുകയാണോ? ഇങ്ങനെ അതിനെ ഇട്ട് ഉരുട്ടി കുഴച്ച് ഇടിച്ച് അങ്ങ് മാക്സിമം അങ്ങ് ഇടിച്ച് താക്കും. ഇടിച്ചങ്ങ് താക്കും, അങ്ങ് അതിനെ അങ്ങ് കശക്കും. അപ്പൊ കുശവന്റെ കയ്യിൽ ഇങ്ങനെ താണിരുന്നോണ്ടാണ് ഇതിനെ ഇടിച്ച് താക്കുന്നത്. കുശവൻ നിന്നെ ഇടിച്ച് താക്കുന്നെങ്കിൽ, എവിടെങ്കിലും നിന്നെ പ്രസ് ചെയ്യുന്നെങ്കിൽ, ഇങ്ങനെ അമർത്തുന്നെങ്കിൽ ഓർത്തോണം, നിന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരാനാണ്. ഇത് നിങ്ങളോടുള്ള സന്ദേശമാണ്. ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. ഹല്ലേലൂയ. ഇടിച്ചു താന്ന് പരുവം തകർന്നു നിൽക്കുന്ന ഈ കളിമണ്ണാണ് പിന്നത്തേതിൽ ഇങ്ങനെ പൊങ്ങി വലിയ ഗൂജയായി പാത്രമായിട്ട് ഇങ്ങനെ തല ഉയർത്തി കേറി വരുന്നത്. എവിടെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത പരിക്ക് നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ, കുശവൻ നിങ്ങളെ ഇങ്ങനെ ഇട്ട് കുഴയ്ക്കുന്നെങ്കിൽ, ഷേപ്പ് ചെയ്യുന്നെങ്കിൽ ഓർത്തോണം, അറ്റ് എനി ടൈം, അറ്റ് എനി മൂമെന്റ് പണി തുടങ്ങാൻ പോവുകയാണ്. എന്നും കുഴപ്പമല്ല, എന്നും ഇടിപ്പല്ല, എന്നും പരുവപ്പെടുത്തലല്ല, നിന്നെ ഷെയ്പ്പാക്കാൻ പോവുകയാണ്. നമ്മളെ ദൈവത്തിന് ഷെയ്പ്പാക്കി എടുക്കാൻ എവിടെങ്കിലും ഒക്കെ ഇട്ട് നമ്മളെ ഇടിക്കുന്നെങ്കിൽ, നമ്മളെ കുഴയ്ക്കുന്നെങ്കിൽ നിലവിളിക്കണ്ട, ഇരുന്നു കൊടുത്തോ. നമ്മളെ രൂപപ്പെടുത്തി കുശവൻ പുറത്തെടുക്കും. ഒരു പ്ലാനോടുകൂടെ തന്നെ എടുത്തേക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിനകത്ത് നിന്ന് വരികയല്ല. ഒരു കാരണവശാലും വരികയല്ല. നിങ്ങളിപ്പോ വല്ല സിനിമാ തിയേറ്ററിലോ വല്ല പറമ്പിലോ എവിടെങ്കിലും ഒക്കെ നിൽക്കേണ്ടവരാണ്. അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ എന്തെന്ന് അവർക്കറിയില്ല. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ, മുൻപേ നിങ്ങളും ദൂരസ്ഥരായിരുന്നു. കാലം നോക്കിയാൽ മുൻപേ നിങ്ങളും ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിന് സമീപസ്ഥരായി മാറി. നമ്മളും ആ കൂട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. പക്ഷെ അന്ന് നമ്മൾ അറിഞ്ഞില്ല ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും, ദൈവത്തിന് നമ്മളെ വേണമെന്നും, നമുക്കൊരു ലൈഫ് ഉണ്ടെന്നും, രക്ഷയുണ്ടെന്നും, നിത്യതയുണ്ടെന്നും, ജീവനുണ്ടെന്നും, ജീവിതം ഉണ്ടെന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നടന്നതിനെ കർത്താവ് നമ്മളോട് ക്ഷമിച്ച് തൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി വീണ്ടെടുത്ത് നമ്മളെ മക്കളും അവകാശികളും ആക്കി മാറ്റി. പക്ഷെ ഇന്ന് നമുക്കൊരു കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. അല്ലെ ആ പാരമ്പര്യത്തിനകത്ത് നിന്ന് ദൈവം എന്നെ കൊണ്ടുവരും. എന്നെ കുറിച്ചൊരു പ്ലാൻ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിരുന്ന യേശുവെ കർത്താവ്, ഞാൻ ഇതൊക്കെ കളിയാക്കിക്കൊണ്ട് നടന്ന ആളല്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് ഉറപ്പ് തരുന്നു. ആ കരത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ഈ പാത്രം ചീത്തയായിപ്പോയി. സാധാരണ നിലയിൽ ചീത്തയായി പോയാൽ, നമ്മൾ പ്രതീക്ഷിച്ച ഷേപ്പിൽ നമുക്ക് കയറി വരാൻ പറ്റാതെ പോയാൽ, ഉദ്ദേശിച്ച കാര്യം നടക്കാതെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും പ്രാർത്ഥിച്ചവരെ പഴി പറയും, ദൈവം ഇല്ലെന്ന് പറയും, ഇതൊക്കെ തട്ടിപ്പാന്ന് പറയും, ചുമ്മാ എന്ന് പറയും, പിന്നെ പ്രാർത്ഥനയ്ക്ക് വരികയില്ല. രണ്ട് പ്രശ്നങ്ങളുണ്ട്, രണ്ട് വലിയ ദുരന്തങ്ങളുണ്ട്. രണ്ട് ദുരന്തങ്ങൾ. ഒന്നാമത്തെ ദുരന്തം എന്ന് പറഞ്ഞാൽ, ചിലർക്ക് വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലർക്ക് പിന്നെ ഒരു യോഗത്തിന് വരികയില്ല, ആരും മിണ്ടുന്നില്ല. സാമ്പത്തിക പ്രശ്നമൊക്കെ മാറി വിടുതലായി കഴിഞ്ഞാൽ പിന്നെ എന്നാ വരത്തില്ല. ചിലർക്ക് വിടുതൽ കിട്ടാത്ത കാരണം കൊണ്ട് അവർ വരുന്നില്ല. പിന്നെ വരാതിരിക്കുന്ന രണ്ട് കൂട്ടം ആൾക്കാരുണ്ട്. ഒന്ന്, വിടുതൽ കിട്ടിയ കാരണം കൊണ്ട് വരുന്നില്ല. രണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാനൊന്നും പോകുന്നില്ല, എത്രയോ നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഒന്നും നടക്കാൻ, ആ കാരണം കൊണ്ട് വരുന്നില്ല. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. 10 പേരെയും കർത്താവ് പ്രാർത്ഥിച്ചു. ഇവർ പോകുന്ന വഴിയിൽ, ഓൺ ദി വേ എന്നൊക്കെ പറയത്തില്ലേ, പോകുന്ന വഴിയിൽ ഇവർ 10 പേരും സൗഖ്യമായി. അവർക്ക് പുതിയ സ്കിന്ന് വന്നു, പുതിയ നഖം വന്നു, അവർ സൗഖ്യം പ്രാപിച്ചു. അതിൽ ഒരുത്തൻ, 10 എണ്ണത്തിൽ ഒരുത്തൻ തിരിച്ചു വന്നു, യൂട്ടേൺ എടുത്ത വണ്ടി. എന്നിട്ട് കർത്താവിനോട് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഐ ആം ഹീൽഡ് കംപ്ലീറ്റ്ലി, താങ്ക് യു ജീസസ്. അവൻ മുട്ടുകുത്തി
കർത്താവിനോട് നന്ദി പറഞ്ഞു. അപ്പൊ യേശു ഈ ഒരുത്തനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബാക്കി 9 പേർ എവിടെ? നിങ്ങൾ 10 പേരല്ലയോ എന്റെ അരികിൽ വന്നത്? ബാക്കി 9 പേർ എവിടെ? ആ ചോദ്യം ഭയങ്കര. എന്ന് പറഞ്ഞാൽ, ഞാൻ സൗഖ്യമാക്കിയവൻ എവിടെ? എന്നിൽ നിന്ന് വിടുതൽ കിട്ടിയവൻ എവിടെ? ഞാൻ അനുഗ്രഹിച്ചവൻ എവിടെ? കർത്താവ് വിടുവിച്ചവരെ കർത്താവ് അന്വേഷിക്കുന്നു. യേശു സൗഖ്യമാക്കിയവരെ യേശു അന്വേഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്താൽ, വിടുതലിന് വേണ്ടി മുട്ടുകുത്തിയവൻ ആരാധിക്കാൻ മുട്ടുകുത്തണം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വിടുതലിന് വേണ്ടി മുട്ടുമടക്കിയവൻ, നന്മയ്ക്ക് വേണ്ടി വിട്ടുമടക്കിയവൻ ആരാധിക്കാൻ മുട്ടുമടങ്ങണം. ഈ പാത്രം അങ്ങ് ചീത്തയായി പോകുമ്പോ ഈ പാത്രം വിചാരിക്കുകയാണ്, കുശവനെയും വിശ്വസിക്കാൻ കൊള്ളുകയില്ല, കുശവന്റെ ശാലയും വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ മണ്ണങ്ങ് വിഡ്രോ ചെയ്താൽ, പ്രസൻസിൽ നിന്ന്, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ്. കുശവന്റെ പ്രസൻസിൽ നിന്ന്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗാഡിൽ നിന്ന് ഇവൻ അങ്ങ് വലിഞ്ഞു പുറകോട്ട് പോയാൽ അവിടം കൊണ്ട് ഇവന്റെ ഭാവി തീരുക. പിന്നെ അവൻ ഉടഞ്ഞ പാത്രമായി, തകർന്ന പാത്രമായിട്ട് അങ്ങ് തുടരുക. പക്ഷെ ഉടയുമ്പോഴും തകരുമ്പോഴും, എക്സ്പെക്ട് ചെയ്യാത്ത പ്രതിസന്ധി മുമ്പിൽ വരുമ്പോഴും ആ പ്രസൻസിനകത്തങ്ങ് ഇരുന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അൺഎക്സ്പെക്റ്റഡ് ആയി, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ കൈ നിന്നെ വീണ്ടും പൊക്കിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ കരം നിന്നെ വീണ്ടും ഉയർത്തിയിരിക്കും, നിന്നെ മാനിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി കടന്നു വന്ന് നിന്റെ ജീവിതം പകർന്നിരിക്കുമ്പോൾ, നീ പ്രതീക്ഷിച്ചത് പലതും നടക്കാതെ പോയപ്പോൾ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ എക്സ്പെക്ട് ചെയ്യാത്ത ചില ഡെലിവറൻസുകൾ ഇന്ന് ഈ ആരാധന മധ്യയിൽ നിന്നിലേക്ക് ദൈവം പകരുകയാണ്. നിന്റെ വീട്ടിനകത്തത് വെളിപ്പെടട്ടെ. ഉടഞ്ഞു പോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു, ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. ഉടഞ്ഞു പോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു, ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. എന്നാലും നീ എന്നെ കണ്ടതോ അതിശയം, എന്നുണർവിൻ പുകഴ്ചയില്ല, നിനക്കൊരുവരു മാത്രമേ. ഒരു നിമിഷം പോലെ, ഒറ്റ നിമിഷം. ഞാൻ ഈ പാടിയത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കാം. ഡീസന്റായ പാത്രമാണ്, ഞാനങ്ങ് പെർഫെക്റ്റ് ആയിരുന്നേ, എല്ലാവർക്കും കൊള്ളാവുന്നവനായി ഞാൻ ലക്ഷപ്രഭുവായി നടന്നതാണ്. ആണോ? കർത്താവിനോട് പറയാം, എങ്കിലും നീ എന്നെ കണ്ടതോരതിശയം, എങ്കിലും നീ എന്നെ അതിനകത്തൊരു അത്ഭുതമുള്ള എത്ര പേരുണ്ട്? എങ്കിലും നീ എന്നെ കണ്ടതോരതിശയം, എങ്കിലും നീ എന്നെ കണ്ടതോരതിശയം, എന്നുണർവിൻ പുകഴ്ചയല്ല, നിനക്കൊരുവനു മാത്രമേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശു. കൈ ഉയർത്തി പറഞ്ഞേ, എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ, ഇനി മേലാൽ ഉയരുകയില്ല എന്ന് പറഞ്ഞു ചിരിച്ചവർ, എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ, ഇനി മേലാൽ ഉയരുകയില്ല എന്ന് പറഞ്ഞു ചിരിച്ചവർ,
എന്നാലും നീ എന്നെ കണ്ടതോ ഒരതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവന് മാത്രമേ. എന്നാലോ നീ എന്നെ കണ്ടതോ ഒരതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവന് മാത്രമേ. അതുകൊണ്ട് പറഞ്ഞേ, യേശു മാത്രം വളരണം, യേശു മാത്രം വളരണം, യേശു മാത്രം വളരണം. നീ മാത്രം യേശുവേ, യേശു മാത്രം വളരണം. ഹല്ലേലൂയ. യേശു മാത്രം വളരണം, യേശു മാത്രം വളരണം. നീ മാത്രം യേശുവേ. കുശവനെ നിൻകാരം വീണുപോയ ഇടങ്ങളിലെല്ലാം ഉയർത്തിയേ. കുശവനെ നിൻകാരം അപ്പാ ഞാൻ വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. കർത്താവിനോട് പറയുന്നു, ചീത്തയായി പോയ ഞാൻ ചീത്തയാ കർത്താവേ, എന്നെ പോലൊരു പരാജയം ലോകത്തിലില്ലെന്ന് പറഞ്ഞ ആ വ്യക്തിയോട് കർത്താവ് പറയുന്നു, നിന്നെ പോലൊരു അത്ഭുതം ലോകത്തില്ലാത്ത നിലയിൽ ദൈവത്തിന് നിന്നെ പണിതെടുക്കാൻ കഴിയും. ഓ, കരമടിച്ച് കർത്താവിനെ ശ്രമിച്ച് ഒന്നിനും ഉതകാത്തൊരു പാത്രമായി തള്ളപ്പെട്ട് കിടന്ന പാത്രം. കാനാവിലെ കല്യാണ വീട്ടിൽ നിങ്ങളൊരു പാത്രം കാണുന്നുണ്ടോ? പുറംപറമ്പിൽ കിടന്ന പാത്രം, പുറംപറമ്പിൽ കൈ കഴുകാൻ കാല് കഴുകാൻ വെച്ചിരുന്ന 6 കൽപാത്രം. ആ പാത്രത്തെ പുറത്ത് നകത്തു കൊണ്ടുവന്ന് അതിനെ വീഞ്ഞുപാത്രമാക്കി തീർത്തവൻ എല്ലാ തള്ളപ്പെട്ട പാത്രങ്ങളെയും ഇങ്ങനെ കർത്താവ് പറയുന്നു, പുറംപറമ്പിൽ കിടന്ന പാത്രമാകുന്ന നിന്നെ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുവരികയാണ്. സെർവ് ചെയ്യാൻ പോവുക. നിന്നിലുള്ള വീഞ്ഞ് സെർവ് ചെയ്യാൻ പോവുക. നിന്നിലുള്ള ശുശ്രൂഷ സെർവ് ചെയ്യാൻ പോവുക. കൽഭരണിയിലെ വെള്ളം മുന്തിരിനീരായി, മുന്തിരിനീരായി. കനാവിലെ കല്യാണ വീട്ടിൽ പുറത്ത് കിടന്ന പുറംപറമ്പിൽ കിടന്ന പാത്രം, വെളിയിൽ വെയിലുകൊണ്ട് കിടന്ന പാത്രം ഡൈനിങ് റൂമിലേക്ക്, സൽക്കാരമുറികളിലേക്ക് കയറി വരിക. കാരണം കുശവന്റെ കണ്ണുകൾ ആ പാത്രത്തിൽ ഉടക്കിയതാണ്. നിന്നെ നിന്റെ ദേശത്തിനും നിന്റെ ഭവനത്തിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്കാൻ പോകുക. സൗഖ്യമാക്കിയിടയൻ ചെകിടനു കേൾവി നൽകി നാഥൻ പാരിതിൽ സ്നേഹം കാൽവരിയിൽ നാഥൻ പാദമിടറി കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണി
മുന്തിരി നീരാ. വിസ്മയത്തിൽ തൊഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമിന്ന്. മഹിമ കാട്ടി യേശുനാഥൻ, മഹിമ കാട്ടി യേശുനാഥൻ.